സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കടൽ കടക്കുകയാണ്. പത്മകുമാറിന്റെ വിദേശയാത്രകളുടെ ലക്ഷ്യമെന്ത്? ഗൂഢാലോചനയുടെ അതിര് കടന്ന വേരുകളിൽ ചുരുളഴിയുന്നു. അയ്യപ്പന്റെ പൊന്ന് കടൽ കടന്നു. ഭക്തരുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിരവധിയാണ്. അതിനുത്തരം തേടുകയാണ് അന്വേഷണ സംഘം. പത്മകുമാറിലൂടെ കണ്ടെത്താനുണ്ട് ഏറെ, ചെന്നെത്താനുണ്ട് ഇനിയും ആളുകളിലേക്ക്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. കാലത്തിനൊപ്പം നടക്കണം. ഐക്യരാഷ്ട്രസഭ ഈ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയെന്നും സുരക്ഷാ സമിതിയിൽ പരിഷ്കാരം അനിവാര്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഇരട്ടത്താപ്പ് കാട്ടരുതെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി. ടെൻഷൻ വേണ്ട, കൂളാകാം. SIR നടപടികളിൽ BLOമാർക്ക് സമയപരിധി അടിച്ചേൽപ്പിക്കില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. സാഹചര്യമനുസരിച്ച് സമയപരിധി ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാം. SIR നടപടികളിൽ വീഴ്ച വരുത്തിയതിന് ഉത്തർപ്രദേശിൽ 60 BLOമാർക്കെതിരെ കേസ്. വിമതർക്ക് ഭീഷണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് 3-ന് അവസാനിക്കും. വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നണികൾ. വിമതരെങ്കിൽ പാർട്ടിക്ക് പുറത്തെന്ന് കെ മുരളീധരൻ. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറിക്ക് CPM നേതാവിന്റെ വധഭീഷണി. സഹായിച്ചവർ കുടുങ്ങും. പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ തുടരന്വേഷണത്തിന് NIAക്ക് കോടതിയുടെ അനുമതി. 14 വർഷം ഒളിവിൽ കഴിഞ്ഞ ഒന്നാം പ്രതി സവാദിനെ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളെ കണ്ടെത്തണമെന്ന് NIA. വിചാരണ വൈകിപ്പിക്കാനുള്ള ശ്രമമെന്ന് പ്രതിഭാഗം. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന വിരുദ്ധ നടപടിയെന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ നീക്കം. അന്തിമ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചെങ്കോട്ട ആക്രമണത്തിന്റെ ആസൂത്രണത്തിനിടെ ഭീകരവാദികൾ തമ്മിൽ തർക്കമുണ്ടായെന്ന് കണ്ടെത്തൽ. ഉമർ നബി ഇടപെട്ടെന്നും ജമ്മു കശ്മീരിലെ ഖ്വാസിഗുണ്ടിൽ ഉമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു എന്നും അന്വേഷണ സംഘം. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ 161 ജെലാറ്റിൻ സ്റ്റിക്ക് അടക്കം 20 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT. പത്മകുമാറിന്റെ വിദേശയാത്രകൾ വിശദമായി പരിശോധിക്കും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും ഒപ്പമുണ്ടോ എന്നറിയാൻ നീക്കം. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. കാഴ്ചപരിമിതരുടെ വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നേപ്പാളിന് 7 വിക്കറ്റിന് തകർത്തു. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച സ്കോർ. സെനൂരുൻ മുത്തുസ്വാമിക്ക് സെഞ്ചുറി. ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ KL രാഹുൽ നയിക്കും. പന്ത് വൈസ് ക്യാപ്റ്റൻ. രോഹിത്തും കോഹ്ലിയും ടീമിൽ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. സ്റ്റോറി ഓഫ് ദി ഡേ. അതിമനോഹരം ഈ കാഴ്ച. ഭീകരവാദത്തിനെതിരെ ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബ്ദം ഇന്ന് ഉയർന്നു കേട്ടു. ഇന്ത്യ ഭീകരവാദത്തെ വച്ചു പൊറുപ്പിക്കില്ല. ആ പോരാട്ടത്തിൽ 2 നിലപാടെടുക്കാതെ ഒപ്പമുണ്ടാകണമെന്ന് അദ്ദേഹം ലോകരാഷ്ട്രങ്ങളോടായി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ഈ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ്. സുരക്ഷാ സമിതിയിലും പരിഷ്കാരം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കാനും മോദി മറന്നില്ല. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത് സമവായത്തിലൂടെയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ലോക സുരക്ഷയ്ക്ക് യുദ്ധമല്ല വേണ്ടതെന്നും ചർച്ചയും നയതന്ത്രവുമാണ് ആവശ്യമെന്നും ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചുനിന്ന് ഭീകരവാദത്തെയും യുവാക്കളെ മതമൗലികവാദികളാക്കാനുള്ള നീക്കത്തെയും നേരിടണമെന്ന്
കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത് സമവായത്തിലൂടെയാകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബ്രിക്സ് ഉച്ചകോടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. G20 ഉച്ചകോടിയുടെ ഭാഗമായി ജോഹന്നാസ്ബർഗിൽ നടന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസ എന്നിവർ പങ്കെടുത്തു. ബ്രിക്സ് ഉച്ചകോടിക്കായി റഷ്യയിലെ കസാനിൽ ഇന്നലെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ശേഷം ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുക്രൈനുമായുള്ള സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് മോദി പുടിനോട് ആവശ്യപ്പെട്ടത്. സ്വീകരണം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളെ അഭിവാദ്യം ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. SARലെ BLOമാരുടെ സമ്മർദ്ദത്തിന് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാർക്ക് സമയപരിധി അടിച്ചേൽപ്പിക്കില്ല. സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. SAR നടപടികളിൽ BLOമാർക്ക് സമയപരിധി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. SAR എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ പ്രതികരണം. എത്രയും നേരത്തെ ലഭിക്കുന്നോ അത്രയും കുറ്റമറ്റതാക്കാൻ സാധിക്കും. മുൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ SAR പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലെ SAR മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചത്. ജില്ലകളിലെ സാഹചര്യമനുസരിച്ച് ടാർഗറ്റ് കളക്ടർമാർ തീരുമാനിക്കും. കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ഇനിയും കൂടുമെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ചേർന്ന യോഗത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ തെളിയുകയാണ്. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. നാളെ 3 മണി വരെയാണ് സമയം. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം നാളെ പകൽ 3 വരെയാണ്. അതിനുശേഷമായിരിക്കും വരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിൽ മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ പോലീസ് മേധാവികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ എന്നിവർ യഥാസമയം പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ ഉത്തരവിന്റെ ശരിപകർപ്പ് സഹിതം നിശ്ചിത ഫോറത്തിലും സമയത്തിലും ആവശ്യപ്പെടുന്ന പക്ഷം പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകേണ്ടതാണെന്ന് കമ്മീഷൻ എല്ലാ വരണാധികാരികൾക്കും നിർദ്ദേശം നൽകി. ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച് 3 ബാലറ്റുകളും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലേക്ക് 1 ബാലറ്റുമാണ് നൽകേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിമതരാണ് തെരഞ്ഞെടുപ്പിൽ വലതിനും ഇടതിനുമൊക്കെ പ്രശ്നം. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നിലപാട് കടുപ്പിക്കുകയാണ് കെ മുരളീധരൻ. നാളെ 3 മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. എന്നിട്ടും പിൻവലിച്ചില്ലെങ്കിൽ പിന്നവർ വിമതരല്ല, പാർട്ടിയിലെ ഉണ്ടാകില്ല എന്നാണ് കെ മുരളീധരന്റെ താക്കീത്. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ, നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കെ മുരളീധരൻ്റേത് താക്കീത് മാത്രമെങ്കിൽ വിമതനായി മത്സരിക്കുന്ന CPM ഏരിയ സെക്രട്ടറിക്ക് ഇന്നുണ്ടായത് വധഭീഷണിയാണ്. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനാണ് വധഭീഷണി നടത്തിയത് CPM അഗളി ലോക്കൽ സെക്രട്ടറി N ജംഷീർ. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു പ്രതികരിച്ചു. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും CPMന്റെ ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും വരാൻ പാടില്ലാത്തുള്ളതാണ്. ഒന്നാമത്, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ. അതിന് പകരം എന്തിനാണ് നിങ്ങൾ ഇല്ലാ കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കുന്നത്? എന്താ അതിന്റെ ആവശ്യം?
തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണം പ്രത്യാരോപണങ്ങൾ സാധാരണമാണ്. തോൽക്കുമെന്ന ഭീതിയാൽ CPM നടത്തുന്ന കുതന്ത്രങ്ങൾ ഇത്തവണ ഫലിക്കില്ല എന്നാണ് ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞ മനപ്പെട്ടതും എല്ലാം കൃത്രിമ മാർഗത്തിലൂടെ തിരുവനന്തപുരത്തെ വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ പേര് തള്ളാൻ എല്ലാം ശ്രമിച്ചത് ശരിയായ തെരഞ്ഞെടുപ്പ് നടന്നാൽ പരാജയം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ടുള്ള CPM-ന്റെ കുതന്ത്രം തന്നെയാണ്. ഭരണത്തിന്റെ ദുസ്വാധീനത്തിലും കായിക ബലത്തിലും ജയിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷെ അത് വിജയിക്കില്ല, ആ പരിശ്രമം വിജയിക്കില്ല. പലയിടത്തും അനുരഞ്ജന ചർച്ചകളും നടക്കുന്നുണ്ട്. വയനാട്ടിൽ സമസ്തയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയിൽ അനുനയ നീക്കവുമായി നേതാക്കൾ. ടി സിദ്ദിഖ് MLA-യും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്കും സമസ്ത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല എന്ന സമസ്തയുടെ പരസ്യ പ്രതികരണത്തെ തുടർന്നാണ് അനുരഞ്ജന ചർച്ച നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യമില്ലെന്ന സമസ്തയുടെ പരസ്യ പ്രതികരണ പശ്ചാത്തലത്തിലാണ് അനുരഞ്ജന നീക്കം. ടി സിദ്ദിഖ് MLA-യും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്കും കൽപ്പറ്റയിലെ സമസ്ത ഓഫീസിലെത്തി നേതൃത്വവുമായി ചർച്ച നടത്തി. മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് നവമാധ്യമങ്ങളിലൂടെ സമസ്ത നേതാക്കൾ വിമർശിച്ചിരുന്നു. മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്നായിരുന്നു ആക്ഷേപം. പിന്നാലെ തോമാട്ടുചാൽ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി BN ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രികയും നൽകി. എന്ത് അയോഗ്യതയാണ് തനിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നായിരുന്നു ജഷീർ ഉന്നയിച്ച ആവശ്യം. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് അനുനയ നീക്കം നടന്നത്. സമസ്ത യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ, ജമയത്തുൽ ഉലമ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാരിസ് ബാക്കഫി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. അതേസമയം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. അമൃത ന്യൂസ്, വയനാട്. സ്ഥാനാർത്ഥികളെന്ന് കേൾക്കുമ്പോൾ പല മുഖങ്ങളും മനസ്സിൽ മിന്നി മറയാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പുകളും സ്ഥാനാർത്ഥികളും മാറി മാറി വന്നാലും സ്ഥാനാർത്ഥി എന്ന പേര് മാറാത്ത സ്ഥലമുണ്ട് വാഴയൂർ പഞ്ചായത്തിൽ. കാരാടിനടുത്തുള്ള സ്ഥാനാർത്ഥി പടിയുടെ വിശേഷങ്ങൾ കാണാം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ പലതാണെങ്കിലും വാഴയൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി എന്ന സ്ഥലപ്പേര് ഒരിക്കലും മാറില്ല. പടി സ്ഥാനാർത്ഥിപ്പടിയായി മാറിയ കഥ നാടിന് പേര് സമ്മാനിച്ച വാസുമാഷ് തന്നെ പറയും. വാഴയൂർ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1979. വാഴയൂർ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തു. സ്ഥാനാർത്ഥിയായ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിന് ജനങ്ങൾ സ്ഥാനാർത്ഥിപ്പടി എന്ന പേരാണ് കൊടുത്തത്. സ്ഥാനാർത്ഥിയായ എയിലാളത്ത് വാസു വിജയിച്ച് മെമ്പറായെങ്കിലും സ്ഥാനാർത്ഥിപ്പടിയായി തന്നെ തുടർന്നു. വാസുമാഷിന് ശേഷം സ്ഥാനാർത്ഥിപ്പടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായവരും ഏറെയാണ്. അതിലൊരാളാണ് വാഴയൂർ പഞ്ചായത്ത് 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി N ജയൻ. സ്ഥാനാർത്ഥിപ്പടിയായിട്ട് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേയുള്ള അടുപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് നിന്നത് നമ്മുടെ വാസുമാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലം, CPM-ന് കൂടുതൽ LDF-നെതായിരിക്കുന്ന ആളുകൾ കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് ചർച്ചയാകാറുണ്ട്. ഇത്തവണയും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിപ്പടിയിലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറിയിട്ടുണ്ട്. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുഭവ സമ്പത്തുള്ളവരെയും യുവാക്കളെയും ഒരുപോലെ കളത്തിലിറക്കിയിരിക്കുകയാണ് 3 മുന്നണികളും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ പ്രമുഖരോട് എതിരിടാൻ LDF മത്സരത്തിനിറക്കിയത് ടെക്കിയായ അമൃതയെയാണ്. 3 മുന്നണികളും തദ്ദേശ പോരിനൊരുങ്ങുമ്പോൾ യുവാക്കളുടെ ഇടയിൽ തന്റേതായ സ്വാധീനമുള്ള കരുത്തയായ മത്സരാർത്ഥിയായി മാറുകയാണ് അമൃത. തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അമൃത കലാരംഗത്തും നവമാധ്യമങ്ങളിലും നിറസാന്നിധ്യമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങുന്നത് വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ്. നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള എല്ലാ ജനകീയ ഇടപെടലും ഉണ്ടാവും. അതോടെ വയോജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും അസോസിയേഷനുകളെ സംസാരിച്ചുകൊണ്ട് കലാകായിക രംഗങ്ങൾ ഒരുപാട് കൊണ്ടുവരും. പിന്നെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള മനസ്സിലാക്കി അവരുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. പുതുമുഖങ്ങളും പരിചയസമ്പത്തുള്ളവരും ഒരുപോലെ മത്സര രംഗത്തിറങ്ങുമ്പോൾ ജനഹൃദയങ്ങൾ ആര് കീഴടക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് NIA. മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ച് തുടരന്വേഷണത്തിന് എന്തായാലും കോടതിയും അനുമതി നൽകിയിട്ടുണ്ട്. ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കൾ എന്നായിരുന്നു സവാദിന്റെ മൊഴി. 14 വർഷത്തെ സഹായത്തിലാണ് അന്വേഷണം. 2010 ജൂലൈ 4-നാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ TJ ജോസഫിന്റെ വലത് കൈപ്പത്തി അക്രമി സംഘം വെട്ടിമാറ്റിയത്. ആക്രമണ ദിവസം ഒളിവിൽ പോയ സവാദിനെ 2024 ജനുവരി 10-നാണ് NIA പിടികൂടിയത്. ഷാജഹാൻ എന്ന പേരിൽ കണ്ണൂർ മട്ടന്നൂരിലെ ബേരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സവാദ് ഒളിവിൽ കഴിഞ്ഞത് ഡിണ്ടിഗൽ, ചെന്നൈ, കണ്ണൂർ എന്നിവിടങ്ങളിലായിരുന്നു. ഇവിടെയെല്ലാം ഒളിവിൽ കഴിയാൻ PFI ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ട്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്ക് കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് NIA കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിന് കോടതി അനുമതി നൽകി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ആയുധവുമായി രക്ഷപ്പെട്ട സവാദ് ആദ്യം കൊല്ലത്തും പിന്നീട് മധുരയിലും അവിടെ നിന്ന് ഡിണ്ടിഗലിലുമെത്തി. തുടർച്ചയായി താമസസ്ഥലങ്ങൾ മാറിയിരുന്ന സവാദിന് പ്രാദേശിക സഹായങ്ങൾ ഓരോ സ്ഥലത്തും ലഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയതിന് പിന്നിൽ ഇവരുമായുള്ള ഗൂഢാലോചനയും അതിലെ പങ്കാളിത്തവുമാണ് ഇനി പുറത്തുവരാനുള്ളത്. ഈ കാലയളവിൽ സവാദിന് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും ആ പണമെത്തിയ വഴികളും NIA തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സവാദിന്റെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA തുടരന്വേഷണം ആവശ്യപ്പെട്ടതും അതിന് കോടതി അനുമതി നൽകിയതും. അമൃത ന്യൂസ്, കൊച്ചി. പഞ്ചാബിലെ ചണ്ഡീഗഡ് കേന്ദ്ര നിയന്ത്രണത്തിന് കീഴിലാകുമോ? ചർച്ച ഇപ്പോൾ ആ വഴിയിലാണ്. എന്തായാലും അത് അനുവദിക്കില്ലെന്ന് തീർത്ത് പറയുകയാണ് പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവന്നാൽ ഭരണം രാഷ്ട്രപതിക്ക് കീഴിലാകും. ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കാനുമാകും. ഇതിനായി ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമോ? സസ്പെൻസ് തുടരുന്നു. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ഹരിയാന പുതിയ തലസ്ഥാനം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിന്റെ നിയന്ത്രണത്തിലുള്ള ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത്. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും എതിർപ്പും മറികടന്ന് ഭരണഘടനാ ഭേദഗതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചുള്ള ബിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 131 ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതോടെ ചണ്ഡീഗഡ് ആദ്യം രാഷ്ട്രപതി ഭരണത്തിലേക്കും പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിലേക്കും മാറും. നിലവിൽ പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററെങ്കിലും പാർലമെന്റ് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാമൻ ഡ്യൂ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയിലേക്ക് ചണ്ഡീഗഡ് എത്തും. 1984 മുതലാണ് പഞ്ചാബ് ഗവർണർ ചണ്ഡീഗഡ് നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങിയത്. ഇതിനെല്ലാം അവസാനമിട്ടുകൊണ്ടാണ് കേന്ദ്രത്തിന് നേരിട്ട് ഭരിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പോകുന്നത്. കേന്ദ്ര നീക്കം സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കം മുന്നോട്ടു പോകുന്നതിനിടെ പഞ്ചാബിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാക്കർ രംഗത്തെത്തി. ചണ്ഡീഗഡ് പഞ്ചാബിന്റെ അവിഭാജ്യ ഘടകമാണെന്നും കേന്ദ്രവുമായി സംസാരിച്ച് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പഞ്ചാബിൽ പ്രതിഷേധം അങ്ങനെ ഉയരുമ്പോൾ ചണ്ഡീഗഡിലെ നിയന്ത്രണം അത് പരിഗണനയിൽ മാത്രമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ഔദ്യോഗിക എക്സ്പോസ്റ്റിൽ പറയുന്നത്. ചണ്ഡീഗഡിലെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനോ പഞ്ചാബുമായോ ഹരിയാനയുമായോ ഉള്ള പരമ്പരാഗത ബന്ധത്തിൽ വ്യതിയാനമുണ്ടാക്കാനോ ഈ നിർദ്ദേശം ലക്ഷ്യമിടുന്നില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. കേന്ദ്രഭരണ പ്രദേശത്തിനായി നിയമനിർമ്മാണ പ്രക്രിയ ലളിതമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പറയുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ചുരുളുകൾ ഓരോന്നായി അഴിയുകയാണ്. ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് ഉമർ നബി ഇടപെട്ട് പരിഹരിച്ചു. ഇതിനായി ജമ്മു കശ്മീരിലെ ഖ്വാസിഗുണ്ടിൽ യോഗമൊക്കെ ചേർന്നു എന്നാണ് അറിവ്. പ്രാദേശിക സഹായവും കിട്ടിയിട്ടുണ്ട്. ഇനി അന്വേഷണം ആ വഴിക്കാണ്.
ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഭീകരവാദികൾക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽ ഉൾപ്പെട്ട ആദിൽ അഹമ്മദ് റാത്തോറിന്റെ വിവാഹ സൽക്കാരത്തിൽ നിന്നും ഒമർ നബി വിട്ടുനിന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കൃത്യമായ ഏകോപനത്തിലൂടെ വലിയ ആക്രമണ പദ്ധതി നടക്കാതെ പോയത് ഈ തർക്കങ്ങളുടെ ഫലമായാണെന്നാണ് അന്വേഷണ ഏജൻസി വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തരം തർക്കങ്ങൾക്ക് പിന്നാലെ ഒക്ടോബർ 18-ന് ഖാസിഗുണ്ടിൽ ഒമർ നബിയുടെ നേതൃത്വത്തിൽ ഭീകരർ യോഗം ചേർന്നുവെന്നും ഇതിൽ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിൽ നിന്നുള്ളവർ പങ്കെടുത്തുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. IS-ഉമായും ആശയവിനിമയം നടത്തിയതായാണ് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും ആശയപരമായ ഭിന്നതകൾ വിലങ്ങുതടിയായി എന്നാണ് വിലയിരുത്തൽ. ഈ ഭിന്നത തന്നെയാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽപ്പെടുന്ന ഭീകരവാദികളുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ഇത്തരം ആശയഭിന്നതകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യം അതിഭീകര ഭീകരാക്രമണത്തിന് സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. അതേസമയം ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി മുന്നോട്ടു പോവുകയാണ്. ഫരീദാബാദിന് പുറമെ കാൺപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജമ്മുവിൽ നിന്ന് എത്തിപ്പഠിച്ച വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് താഴ്വരയിൽ പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഇലക്ട്രീഷ്യനിൽ നിന്നും ഒമർ നബി ഉൾപ്പെടെയുള്ളവർക്ക് സഹായം നൽകിയ മറ്റുള്ളവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ പിടികൂടുന്നതിനൊപ്പം ഇത്തരം സംഘടനകളുടെ തുടർ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തി. 161 ജലാസ്റ്റിക് സ്റ്റിക്ക് അടക്കം 20 കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. ദാബ്ര ഗ്രാമത്തിലെ സ്കൂളിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യന്റെ പൊന്ന് കടൽ കടന്നോ എന്ന അന്വേഷണത്തിലാണിപ്പോൾ SIT. അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് എവിടെയൊക്കെ പോയി, ആരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ അവർ പരിശോധിക്കുകയാണ്. ഇനിയും അറിയാനുണ്ട് ഏറെ. കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും ഒപ്പമുണ്ടോ എന്നറിയാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ആറന്മുളയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് എക്കാലവും ഭക്തർക്കൊപ്പമാണെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരിക. ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു, മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല. അത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും UDFനും ഉള്ളത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നാളെ അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്നും ലഭിച്ച സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തുടർന്നുള്ള അറസ്റ്റുകളിലേക്ക് SIT നീങ്ങുക. ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രേഖകളിൽ തുടർ പരിശോധനകൾ നടക്കുകയാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന്റെ സാക്ഷിമൊഴിയും SIT ശേഖരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഴ്ചപരിമിതരുടെ വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കിരീട പോരാട്ടത്തിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തപ്പോൾ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ വനിതകൾ ലക്ഷ്യം കണ്ടു. ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അമേരിക്ക, നേപ്പാൾ തുടങ്ങിയ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഒരു മത്സരവും തോക്കാതെയാണ് ഇന്ത്യയുടെ നേട്ടം. ഫൈനലിൽ ഇന്ത്യയ്ക്കായി ഫുല സെറീൻ 27 പന്തിൽ 44 റൺസ് അടിച്ച് ടോപ്പ് സ്കോററായി. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 489 റൺസിന് പുറത്ത്. ഏഴാമതിറങ്ങിയ സെനുരൻ മുത്തുസ്വാമിയുടെ ഗംഭീര പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മുത്തുസ്വാമി കരിയറിലെ കന്നി സെഞ്ചുറി കരസ്ഥമാക്കി. ഓൾറൗണ്ടർ
കോർബിൻ ബോഷിന് പകരക്കാരനായിട്ടാണ് മുത്തുസ്വാമി ഈ മത്സരത്തിന് ഇറങ്ങിയത്. മാർക്കോ യാൻസൺ സെഞ്ചുറിയോട് അടുത്ത് എത്തിയെങ്കിലും കുൽദീപിന്റെ പന്തിൽ പുറത്താവുകയായിരുന്നു. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ ഇന്ന് കളി നിർത്തുമ്പോൾ 9 റൺസ് എടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. കഴുത്തിന് പരിക്കേറ്റ് ചികിത്സയിലുള്ള ശുഭ്മാൻ ഗില്ലിന് പകരം KL രാഹുലാണ് ടീമിനെ നയിക്കുക. ഋഷഭ് പന്ത് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തി. പന്താണ് വൈസ് ക്യാപ്റ്റൻ. രോഹിത്തും കോഹ്ലിയും ടീമിലുണ്ട്. രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗെയ്ക്വാദും തിലക് വർമ്മയും ടീമിൽ ഇടം നേടി. യശസ്വി ജയ്സ്വാളും തിരിച്ചെത്തി. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ ഏകദിനം നവംബർ 30-ന് റാഞ്ചിയിൽ നടക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ ഡിസംബർ 3-നും 6-നും റായ്പൂരിലും വിശാഖപട്ടണത്തുമാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ധാനയുടെ വിവാഹം മാറ്റിവെച്ചു. പിതാവ് ശ്രീനിവാസ് മന്ധാനയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് ചടങ്ങുകൾ മാറ്റിയത്. സ്മൃതിയുടെ ജന്മസ്ഥലമായ മഹാരാഷ്ട്രയിലെ സംഗ്ലിയിൽ ഇന്ന് വൈകുന്നേരമായിരുന്നു വിവാഹ ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. വിവാഹ ആഘോഷത്തിനായി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളും എത്തിയിരുന്നു.